I welcome all to the new video of CDS ദ്രവീഡിയൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഒരു മെയിൻ ചാപ്റ്ററായ ഒരു ടോപ്പിക്കാണ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഇതിനൊരു മാക്സിമം ഒരു 4 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ ചോദിക്കുന്ന ഈ 4 ചോദ്യത്തിൽ 2 ചോദ്യം ന്യൂമറിക്കലായിരിക്കും. സെക്കൻഡും പിന്നെ ഞാൻ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാൻസ് ഉള്ളതിനകത്ത് പിന്നെ കുറച്ച് ബേസിക്കുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും ഒരു ഇതിൽ നിന്ന്. അപ്പം ഒപ്റ്റിക്സ് നമ്മൾ ഡിവൈഡ് ചെയ്യാനുള്ള 2 രീതിയാണ്. ഒപ്റ്റിക്സ് ഒന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ഐ. സെക്കൻഡിൽ പോവുകയാണെങ്കിൽ ലൈറ്റും അതിൻ്റെ പ്രോപ്പർട്ടികളും. നമുക്ക് ആദ്യം പഠിക്കാനുള്ള എന്താണ് ലൈറ്റ്. അപ്പോൾ ലൈറ്റ് സംഭവം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഗീവ് സെൻസേഷൻ ഓഫ് വിഷൻ. അപ്പം ഇതൊരു ഫോം ഓഫ് എനർജിയാണ്. പക്ഷേ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് നമ്മുടെ വിഷൻ വഴി വെച്ചാൽ നമ്മൾ കാണുന്ന വഴി നമുക്കത് കറക്റ്റ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ അത് ലൈറ്റാണ്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പാടാം. വെച്ചാൽ നമുക്കിപ്പം ഒരു ലൈറ്റ്, ഇപ്പം ഞാനൊരു ടോർച്ച് അടിക്കുവാണെങ്കിൽ തന്നെ ആ ടോർച്ച് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ വിഷൻ വെച്ചാൽ എൻ്റെ കണ്ണുകൂടി എനിക്കത് കാണാൻ പറ്റും ആ സംഭവം ഇതാണെന്ന്. അപ്പോൾ അതാണ് അവർ പറയുന്നത് സെൻസേഷൻ ഓഫ് വിഷൻ. ആ സെൻസ് വഴി ഞാൻ ആ വിഷനെ കാണുന്നു. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പം നമുക്കറിയാം ലൈറ്റ് ഓൾവേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ടോർച്ച് അടിക്കുവാൻ തന്നെ അത് റിഫ്ലക്റ്റ് ആകും, പക്ഷെ അത് എപ്പോഴും അതിൻ്റെ സ്ട്രെയിറ്റ് ആയിരിക്കും എപ്പോഴും അതിൻ്റെ പാത്ത്. ഒരിക്കലും അതൊരു സിഗ്സാഗ് പോലെ ഒരിക്കലും പോകത്തില്ല. അതാണ് എപ്പോഴും സ്ട്രെയിറ്റ്, അല്ലാതെ അത് അതിൻ്റെ ഇഷ്ടത്തിനത് ടേൺ ചെയ്തില്ല അത്. പിന്നെ ലൈറ്റ് കാസ്റ്റ് ഷാഡോ ഓഫ് ഒബ്ജക്ട്സ് വിച്ച് കെയിം ഇൻ ഇറ്റ്സ് വേ. അപ്പോൾ നമുക്കറിയാം ലൈറ്റ് എപ്പോഴൊക്കെ പ്രൊഡ്യൂസ് ആവുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ഷാഡോ ഫോർമേഷൻ എപ്പോഴും വരും. എ കാസ്റ്റ് ഷാഡോ ഓൾവേസ് ഫോം ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഇറ്റ്സ് എ ലൈറ്റ് വിച്ച് കെയിം ഇൻ ഇറ്റ്സ് വേ. അപ്പോൾ തേർഡ് പറഞ്ഞതെന്ന് വെച്ചാൽ ലൈറ്റ് ഹാസ് ഡ്യുവൽ നേച്ചർ. ലൈറ്റിനൊരു ഡ്യുവൽ നേച്ചറുണ്ട്. അത് നമുക്ക് പിന്നെ ഇനി വരുന്നത് ഞാൻ പഠിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഡ്യുവൽ നേച്ചർ എന്തുവാണ്. അപ്പം ആദ്യം ഇത് വരുന്നതാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ നമുക്കറിയാം ഇപ്പം ഞാൻ ഒരു മിററിൽ ഞാനൊരു ലൈറ്റ് ഞാൻ അടിക്കുവാണെങ്കിൽ തന്നെ ആ റിഫ്ലക്ഷൻ, ഇപ്പം നിങ്ങളൊരു കറുത്ത മുറിയിൽ ഒരു മിറർ വെക്കുവാണെങ്കിൽ ഇപ്പോൾ ടോർച്ച് അടിക്കുമ്പം ആ ടോർച്ചിൻ്റെ ലൈറ്റ് നേരെ പോയി അടിക്കുന്ന ആ മിററിലായിരിക്കും. അപ്പം അതിനൊരു ഫോർമേഷന് ഒരു ലൈറ്റ് വരും. അപ്പം ദ ലൈറ്റ് വിച്ച് ഐ ആം പാസിങ്, ടോർച്ചിലൂടെ ഞാൻ കൊടുക്കുന്ന ലൈറ്റിന് പറയുന്നവരാണ് ലൈറ്റ് റേ എന്ന് വെച്ചാൽ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഇൻസിഡൻറ്റ് റേ. അപ്പം ആ പോകുന്ന ലൈറ്റ് ആ മിററിൽ ടച്ച് ചെയ്ത് തിരിച്ച് വരുന്നതിനെ പറഞ്ഞാണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. അപ്പം ഞാൻ സെൻഡ് ചെയ്യുന്ന ലൈറ്റ് അത് അവിടെ കൊണ്ടിട്ട് തിരിച്ച് വരുന്നത് അതിനെ ആ മിററിനെ ടച്ച് ചെയ്തിട്ട് തിരിച്ച് വരുന്നതിനെ പറഞ്ഞാണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. അപ്പം AB. അപ്പം നമ്മൾ വേറൊരു വാക്കിൽ സയൻസ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ IR എന്ന് പറയും. I വെച്ചാൽ ഞാൻ സെൻഡ് ചെയ്യുന്ന റേ ലൈറ്റ്, അതിന് നമ്മൾ പറഞ്ഞതാണ് I എന്ന് പറയുന്നത്. അവിടെ ടച്ച് ചെയ്തിട്ട് തിരിച്ച് വരുന്നത് നമ്മൾ പറഞ്ഞതാണ് R എന്ന് പറയുന്നത്. ഇതിന് രണ്ടും സെയിം പേര് തന്നെ, ഒന്ന് I ഒന്ന് R. ലൈറ്റ് ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ലൈറ്റ് ഓഫ് റിഫ്ലക്റ്റഡ് IR. അപ്പം ഈ 2 ലൈറ്റ് ഫോർമേഷനും പോകുമ്പോഴും വരുമ്പോഴും ഇതിനിടയ്ക്കൊരു ആംഗിൾ പ്രൊഡ്യൂസ് ആവും. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് നോർമൽ എന്ന് പറയുന്നത്. NORMAL, നോർമൽ. അതുപോലെ ഈ ഞാനിപ്പോൾ കാണിച്ച ഇമേജിനകത്ത് നിങ്ങളൊരു P കാണുന്നത് നിങ്ങൾക്ക്. ആ P കാണുന്നതിനെ നമ്മൾ പറഞ്ഞത് പ്ലെയിൻ എന്ന് പറയുന്നത്. ഒരു പോളാണ് അതൊക്കെ പറഞ്ഞാൽ ഒരു പോൾ. ആ പോളിൽ ആ സർഫേസിൽ ആ സർഫേസിൽ ആ ടച്ച് ചെയ്ത് പോകുന്നതിനെ നമ്മൾ നോർമൽ എന്ന് പറയുന്നത്, ആ പെർപെൻഡിക്കുലറിൽ പോകുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ദ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ഫ്രം എ സർഫേസ് ബാക്ക് ഇൻ ദ സെയിം മീഡിയം. ഏത് ലൈറ്റ് തിരിച്ചിട്ട് ടച്ച് ചെയ്തിട്ട് തിരിച്ച് അവിടെ തന്നെ പോകുന്നു. അത് നമ്മൾ പറയുന്നവരാണ് ദ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ഓർ വി കോൾഡ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ വരുന്നതാണ് ഒരു രീതി വരുന്നതാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ സ്മൂത്ത് റിഫ്ലക്ഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള മാക്സിമം അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകണമെങ്കിൽ തന്നെ അവിടെ എല്ലാം ഉള്ള ടൈപ്പുള്ള മിററിലും നമ്മൾ അയക്കുന്ന ലൈറ്റിൻ്റെ സെയിം ഈക്വൽ എമൗണ്ട് ഓഫ് ലൈറ്റ് ദേ ഗീവ് ബാക്ക് ടു അസ്. നമ്മൾ എത്ര കൊടുക്കുന്നോ അത്രയും നമുക്ക് തിരിച്ചും തരിക വരും. ഒരിക്കലും അത് എങ്ങോട്ടും റിഫ്ലക്റ്റ് ഒന്നും ആവത്തില്ല. വെച്ചാൽ ആ സർഫേസ് പ്രോപ്പർ സർഫേസാണ്, അതുകൊണ്ട് മാത്രം. അപ്പോൾ ഞാൻ കണ്ടില്ലേ
സ്മൂത്ത് സർഫേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങോട്ടും പോകത്തില്ല. അത് എത്ര നമുക്ക് ഒരു 5 ടോർച്ച് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സെയിം 5 ടോർച്ചിൻ്റെ എമൗണ്ട് ഓഫ് ലൈറ്റ് അത് കൊണ്ട് ടച്ച് ചെയ്തിട്ട് തിരിച്ച് വരും. അപ്പോൾ ഒരു സ്മൂത്ത് ആണ്. പിന്നെ വേറെ ഇത് നമ്മൾ ഡിഫ്യൂഷൻ ഓർ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും. അതോ നമ്മുടെ സർഫേസ് എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ഇപ്പം ഞാനൊരു ഇപ്പോൾ എന്തെങ്കിലും വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഞാനൊരു പ്രതിമ വരെ എടുക്കുവാണെങ്കിൽ തന്നെ ഞാൻ ടോർച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് കൊണ്ടുവന്ന് തിരിച്ച് വരും. പക്ഷേ അതിൻ്റെ എത്ര ഞാൻ ഈ ലൈറ്റ് അപ്ലൈ ചെയ്യുന്നോ അത്രയും അതിന് തിരിച്ചു വരാൻ പറ്റത്തില്ല. വെച്ചാൽ അവിടെ അതിൻ്റെ ആ സർഫേസ് കുറച്ച് ഇഷ്യൂ അവിടെ കൊണ്ടുവിടെ. അപ്പോൾ ആ ഇഷ്യൂ കാരണം അതിന് കുറച്ച് മൊത്തം ഈക്വൽ എമൗണ്ട് ഓഫ് ലൈറ്റ് ടു ഗെറ്റ് ബാക്ക്. അപ്പം ഇതിന് സർഫേസും മാറ്റർ ചെയ്യും ലൈറ്റിൻ്റെ കേസിൽ. പിന്നെ ഇത് വരുന്നതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പം ഇത് വരുന്ന വെച്ചാൽ ഇൻസിഡൻറ്റ് റേസ്, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ലൈൻ ഓഫ് നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു IR ആൻഡ് നോർമൽ, ഈ 3 സംഭവമാണ്. ഈ 3 കാറ്റഗറിയാണ് ഒരു മിററിൽ പ്രിൻസിപ്പൾ വേണമെങ്കിൽ പറയാം. ഈ 3 പ്രിൻസിപ്പളില്ലാതെ ഒരു മിററിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് 3 തിങ്സ് ഓൾവേസ് വിൽ ബി വിത്ത് ദി മിറർ. അപ്പം ഈ ഞാൻ പറഞ്ഞ ഇൻസിഡൻറ്റും റിഫ്ലക്റ്റഡ് റേയും നോർമൽ റേയും ഇത് 3 എപ്പോഴും ലൈ ചെയ്യും സെയിം പ്ലെയിൻ തന്നെ. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ I ഉണ്ട് അവിടെ R ഇല്ല അവിടെ നോർമലുണ്ട്, അതൊന്നും പോസിബിൾ അല്ല. ദ 3 വിൽ റിമെയിൻ സെയിം ഇൻ ദ സെയിം ലൈൻ. അപ്പം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ഒരു മിററായത് ഞാൻ ഇവിടുന്ന് ഒരു ടോർച്ച് ലൈറ്റ് അപ്ലൈ ചെയ്യുക. ഈ ടോർച്ച് ലൈറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് പോയി കൂടെ. അപ്പം ഈ ലൈറ്റിൻ്റെ പ്രകാശനം ഇവിടുന്ന് പ്രൊഡ്യൂസ് ആകുമ്പം ജസ്റ്റ് അത് ടച്ച് ചെയ്യും. ടച്ച് ചെയ്ത് അത് എവിടെ വേണമെങ്കിൽ പോവാം, അത് എവിടെ വേണമെങ്കിൽ റിഫ്ലക്റ്റ് ആവാം. ഈ പോകുന്ന ലൈറ്റ് ഈ റേ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന റേ ടച്ച് ചെയ്തിട്ട് തിരിച്ച് ബൗൺസ് ആവും അത്. അപ്പം ഞാൻ ഈ ഇപ്പം ഞാൻ ഇവിടെ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നത്, ഞാൻ അവിടെ നിൽക്കുക, എൻ്റെ കയ്യിൽ ടോർച്ചുണ്ട്. അപ്പം ഞാൻ അയക്കുന്ന ലൈറ്റ് നമ്മളിന്ന് പറഞ്ഞാണ് എന്ന് പറയും. നമ്മളിന്ന് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് തിരിച്ച് പോകുന്നത് നമ്മൾ പറഞ്ഞതാണ് R. അപ്പോൾ കണ്ടില്ലേ, ഈ പോകുന്ന ഒരു ആംഗിൾ, ഇതാ പോകുന്ന വേറൊരു ആംഗിൾ. അപ്പം ഈ കണ്ടില്ലേ, അപ്പം ഇത് നമ്മൾ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ആംഗിൾ നമ്മൾ ആംഗിൾ R എന്ന് പറയാം. അപ്പം ഇതിൽ നിന്ന് ഇടയ്ക്കൊരു ലൈറ്റ് പോകും, ഇടയ്ക്കൊരു വേറൊരു ലൈൻ പോകും. നമുക്ക് അതിനെ പറയാം, കണ്ടില്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ലൈൻ പോവും. അതിങ്ങനെ പോവും, ഇടയ്ക്കൂടെ പോവും. അപ്പോൾ ഇടയ്ക്കൂടെ പോകുന്നതിന് നമ്മൾ പറഞ്ഞാണ് നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ. അപ്പം ഞാൻ കണ്ടില്ലേ, ഈ കാണുന്ന ഒരു സർഫേസാണ് ഇത്. നമുക്ക് ഒരു പ്ലെയിൻ സർഫേസാണ്. അപ്പം I ഉണ്ട്, R ഉണ്ട്, N ഉണ്ട്. നോർമൽ, ഇൻസിഡൻറ്റ് റേ, നോർമൽ റേ, റിഫ്ലക്റ്റഡ് റേ, ദീസ് ഓൾ ആർ ലൈൻ ഇൻ ദ സെയിം പ്ലെയിൻ. കണ്ടില്ലേ, സെയിം പ്ലെയിൻ അല്ലേ, എല്ലാം ഒറ്റ ലൈനിലല്ലേ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇതിൽ വരുന്ന വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഈ കാണുന്നൊരു പ്ലെയിനാണ്, ഒരു മിറർ. ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ടോർച്ചിൻ്റെ ലൈറ്റ് ഇതിൽ പോകും, അത് ഇതിൽ വേണമെങ്കിൽ പോവാം, ഇതിലേ വേണമെങ്കിൽ പോവാം, അത് കുഴപ്പമില്ല. പക്ഷേ ഇൻ കേസ് എൻ്റെ സർഫേസ് എന്ന് വെച്ചാൽ ഇതിപ്പം A അല്ലേ, നമുക്ക് B നോക്കാം. അഥവാ എൻ്റെ സർഫേസ്, അഥവാ ഇൻ കേസ് എൻ്റെ ഇപ്പോൾ വെച്ചാൽ നമുക്ക് ഞാനിപ്പോൾ ഡിസൈൻ ചെയ്ത സർഫേസിൻ്റെ മിററിങ്ങിനാണ് വിചാരിച്ചോ, ഒരു സിഗ്സാഗ് ഫോർമേഷനാണ് വെച്ചോ. അപ്പോൾ ഞാൻ അയക്കുന്ന ലൈറ്റിൻ്റെ ഫോർമേഷൻ അത് ഓപ്പോസിറ്റ് ആയിരിക്കും. റേ പോവും, പക്ഷേ അത് കറക്റ്റ് തന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ പാടായിരിക്കും.
അതിന് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും അതിന് റിഫ്ലക്റ്റ് ആവാം, എവിടെ വേണമെങ്കിലും ആവാം അതിന് നമുക്ക് ഈ റിഫ്ലക്ഷൻ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അതിന് ഇപ്പം നമ്മൾ കണ്ടില്ലേ ഏക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ അയക്കുന്ന ലൈറ്റിന് ഇവിടെ വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ പോവാം. പക്ഷെ നമുക്ക് എല്ലായിടത്തും അയക്കാൻ പാടാം അതിന്. പക്ഷേ ഇത് നമുക്ക് ഇനി നോക്കാനുള്ളത് ഇമേജ് ആൻഡ് ഇറ്റ്സ് ടൈപ്പാണ്. അപ്പം ടൈപ്പ് വരുന്നത് എന്തൊക്കെയാണ്? ഇമേജ് സത്യം പറഞ്ഞാൽ രണ്ട് രീതി. ഒന്നാണ് റിയൽ ഇമേജ് എന്ന് പറഞ്ഞത്, സെക്കൻഡാണ് വെർച്വൽ ഇമേജ്. അപ്പം റിയൽ ഇമേജ് എന്താണ്? റിയൽ ഇമേജ് ഓൾവേസ് ഇറക്റ്റ്. അപ്പോൾ ഇതെന്താ ഞാൻ പറഞ്ഞുതരാം. വെൻ ലൈറ്റ് റേ മീറ്റ് ഇൻ റിയൽ ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ മൂവി തിയേറ്റർ. സംഭവം എന്ന് വെച്ചാൽ ഈ റിയൽ ഇമേജാണ്, അത് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോകുന്ന സമയത്ത് നിങ്ങളിരിക്കുന്ന പുറവശത്തായിരിക്കും അതിൻ്റെ ലൈറ്റ് പോകുന്നത്. പ്രൊജക്ടർ ഇരിക്കുന്ന എപ്പോഴും നിങ്ങളുടെ പുറവശത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ കാണിക്കുന്ന ഇമേജ് എന്നും എന്നുവെച്ചാൽ പ്രോപ്പർ ഒരു ഇതായിരിക്കും, കറക്റ്റായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുന്ന പോലെ അല്ല. ഇപ്പോൾ നിങ്ങളൊരു മിററിൽ പോവുകയാണെങ്കിൽ ആ മിററിൽ നിങ്ങൾ റൈറ്റ് കൈ വെക്കുമ്പം അവിടെ ലെഫ്റ്റ് കൈ കാണിക്കും. പക്ഷേ റിയൽ ഇമേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആയിരിക്കും അവിടെ ഉള്ളത്. അതുപോലെ തന്നെ വെർച്വൽ ഇമേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് എപ്പോഴും ഓൾവേസ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ ലൈറ്റ് റേസ് അപ്പിയർ ടു മീറ്റ് ഇറ്റ് കാൺ ബി ഒബ്റ്റെയിൻ ഓൺ എ സ്ക്രീൻ. സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കാണുന്ന എപ്പോൾ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ക്രീൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോണും അതുപോലെ നിങ്ങളുടെ മറ്റേ വീട്ടിൽ യൂസ് ചെയ്യുന്ന മിററും അതെപ്പോഴും ഇങ്ങനെ ആയിരിക്കും. അതെപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കുന്ന പോലെയല്ല അതിൽ കാണിക്കുന്നത്. നിങ്ങൾ റൈറ്റ് കാണിക്കുമ്പോൾ അത് ലെഫ്റ്റ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ കാണിക്കുന്ന എപ്പോഴും ഒരു ഓപ്പോസിറ്റ് ആയിരിക്കും അതിൽ കാണിക്കുന്നത്. അപ്പം അതൊരു വെർച്വൽ ഇമേജാണത്. പക്ഷേ റിയൽ അങ്ങനല്ല. റിയൽ നിങ്ങൾ കാണിക്കുന്ന പോലെ തന്നെ അത് കാണിക്കും. പിന്നെ വേറെന്താ വെച്ചാൽ ഗ്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന മിററില്ലേ അതെങ്ങനെ ഉണ്ടാവുന്നത്? അപ്പോൾ ഗ്ലാസ് പ്ലസ് പോളിഷ്. നമുക്കറിയാം ഈ ചില ഭാഗത്തൊക്കെ അവിടുത്തെ ഈ മണ്ണുണ്ട്. അപ്പം മണ്ണിൽ നിന്ന് നമ്മൾ കൂടുതൽ ഇപ്പം സിലിക്കൺ കണ്ടൻ്റുള്ള നമ്മൾ മണ്ണെടുക്കും. അപ്പം അത് നമ്മൾ കൂടുതൽ പോളിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ് കിട്ടും. അപ്പോൾ ആ ഗ്ലാസ് നമ്മൾ പിന്നെയും പോളിഷ് ചെയ്യുമ്പോൾ നമുക്ക് മിറർ കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതിലൊരു ഗ്ലാസ് കുടിക്കുന്ന ഗ്ലാസ് അല്ലേ, പൊട്ടുന്ന ഗ്ലാസ്, അത് പൊട്ടുന്ന സമയത്ത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്മോൾ പാർട്ടിക്കിൾസ് നമുക്ക് കിട്ടും. നമ്മൾ എടുക്കുമ്പോൾ നോക്കുമ്പം നമ്മുടെ മുഖം നമുക്കത് കാണാൻ പറ്റും. വെച്ചാൽ അതെന്താ, അത് കൂടുതൽ ഭയങ്കര സ്മൂത്തായി ഭയങ്കര മെലിഞ്ഞ് ആയിപ്പോയത്. അപ്പോൾ അത് മിറർ ആയിപ്പോകും. അപ്പോൾ നമ്മൾ കൂടുതൽ ഒരു ഗ്ലാസ്സിനെ പോളിഷ് ചെയ്യുമ്പോൾ ഇറ്റ് കൺവേർട്ട് ടു ബി എ മിറർ. അപ്പം ഇതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് ഒരു ഗ്ലാസ് ഉണ്ടാകുന്നത്? അതിൻ്റെ ഒരു ഫോർമുലയാണ് സിൽവർ നൈട്രേറ്റ് എന്ന് പറയാൻ നമ്മൾ AgNO3+Hg. Hg വെച്ചാൽ മെർക്കുറിയാണ്. നമ്മൾ സിൽവർ നൈട്രേറ്റും അതുപോലെ തന്നെ മെർക്കുറിയും മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ ഒരു മിററിൻ്റെ ഫോർമേഷൻ നമുക്ക് കിട്ടുന്നത് നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞത് റിയലും വെർച്വലിൻ്റെ മെയിൻ ഡിഫറൻസ് എന്തുവാണ്? റിയൽ എന്നു വെച്ചാൽ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നമ്മളെങ്ങനെ ഇരിക്കുന്ന ആ സെയിം രീതി നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ കാണുന്ന തിയേറ്ററിലെ ഇമേജ് ആ മൂവി വെച്ചാൽ അപ്പോൾ ഞാൻ ആ മൂവിയുടെ പുറവശത്ത് പോകുകയാണെങ്കിൽ ഞാനെങ്ങനെ അവിടെ നിൽക്കും? കറക്റ്റല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ പുറത്ത് പോയി നിൽക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ ഇമേജും ആ തിയേറ്ററിൽ കാണുന്ന ഇമേജും സെയിം ആയിരിക്കും. വെച്ചാൽ നോ ചേഞ്ച്. പക്ഷേ നമ്മൾ വെർച്വലി പോകുമ്പം അവിടെ ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പൊസിഷൻ മാറും, എൻ്റെ അപ്പിയറൻസ് മാറും. അപ്പിയറൻസ് എന്ന് വെച്ചാൽ ഞാൻ കാണിക്കുന്ന ആക്ഷൻ്റെ ചേഞ്ച് വ്യക്തി കാണും അവിടെ ആ ഭാഗത്ത്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി കുറച്ച് നമുക്ക് പകരം പഠിക്കാറുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാനതൊരു സെക്കൻഡ് വീഡിയോ ഇട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണെന്ന് വെച്ചാൽ അതിൽ കൂടുതലും നമ്മൾക്ക് ന്യൂമറിക്കൽ ബേസ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടി വരും. സോ ഐ എം ജസ്റ്റ് വൈൻഡിങ് ദിസ് വീഡിയോ. ബൈ നെക്സ്റ്റ് വീഡിയോ.